സുഹൃത്തുക്കളെ, എൻ്റെ നേരുകളിലേക്ക് മധു നായർ എല്ലാവരെയും വീണ്ടും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ചില കാര്യങ്ങൾ ബഹിരാകാശ യാത്രയെക്കുറിച്ചിട്ടാണ്. ഒരു അരമലയാളി, അച്ഛൻ മലയാളിയും അമ്മ ഉസ്ബെക്കിസ്ഥാനിക്കാരിയുമായ അനിൽ മേനൻ ബഹിരാകാശ നിലയത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നു. മലയാള മാധ്യമങ്ങൾ ഇതൊരു വലിയ വാർത്തയാണ്. ഞാൻ എൻ്റെ ജീവിതകാലം ഒന്ന് പുറകോട്ട് നോക്കുകയാണ്. ഒരു നാസയിൽ 2 വർഷക്കാലം ഞാനും ജോലി ചെയ്തിരുന്നു. നാസയുടെ ഗോഡാർഡ് സ്പേസ് ഫ്ലൈറ്റ് സെന്റർ, ഗ്രീൻ ബെൽറ്റ്, വാഷിംഗ്ടൺ DC അടുത്ത്. അവിടെ ഓസോസ് 7 എന്ന് പറയുന്ന, അതായത് ഓർബിറ്റിംഗ് സോളാർ ഒബ്സർവേറ്ററി, എല്ലാ 80 കൊല്ലം ആകുമ്പോഴും സൂര്യൻ്റെ വലിപ്പം കൂടുമെന്നും അപ്പോൾ അതിൻ്റെ എമിഷൻസ് കൂടുമെന്നും അപ്പോൾ അതിനെക്കുറിച്ചൊരു അളവ് ലോകത്തിൻ്റെ മിക്കയിടത്തും നാസ അതിൻ്റെ റിസപ്ഷൻ കേന്ദ്രങ്ങൾ വെച്ചിട്ട് അതിന് ടെലിമെട്രി റിസീവ് ചെയ്ത് കമ്പ്യൂട്ടർ വഴിച്ചിട്ട് അതിൻ്റെ അനാലിസിസ് ആയിരുന്നു 2 കൊല്ലം നാസയിൽ എൻ്റെ പ്രവൃത്തി. അത് കഴിഞ്ഞിട്ട് ഞാൻ നാഷണൽ അക്കാഡമി ഓഫ് സയൻസസിൽ ഒരു അബ്സ്ട്രാക്ട് റൈറ്ററായിട്ട് ജോലി മാറിപ്പോവുകയും ചെയ്തു. അപ്പം എനിക്ക് പറയാനുള്ളത്, അമേരിക്കയിൽ ഈ ആസ്ട്രോനോട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ റിട്ടയർഡ് പട്ടാളക്കാരുടെ അവസ്ഥയാണ്. ഹ്യൂസ്റ്റണിൽ അവർക്ക് പ്രത്യേക ഒരു കോളനി തന്നെയുണ്ട്. 100 കണക്കിന് ആയിക്കഴിഞ്ഞു റിട്ടയർഡ് ആസ്ട്രോനോട്ട്സ് അമേരിക്കയിൽ. നീൽ ആംസ്ട്രോങ് തുടങ്ങി. അതിനെക്കുറിച്ച് ആക്ച്വലി ഒന്നിൽ ജാക്ക് നിക്കൽസൺ, ഒരു റിട്ടയർഡ് ആസ്ട്രോനോട്ടായിട്ട് ഒരു സിനിമ തന്നെ കണ്ടതായിട്ട് ഓർമ്മയുണ്ട്. ഇവിടെ ഇപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, നമ്മൾ വളരെയധികം ആഘോഷിക്കുന്ന ഒരു കാര്യം, ഒരു മലയാളി വല്ലവൻ്റെയും പേടകത്തിൽ കയറി അവിടെ എത്തി. നല്ല കാര്യം തന്നെ. അതിനു മുമ്പ് നാസ തന്നെ 1-2 തവണ ഇപ്പോൾ വളരെ എന്താ പറയണ ലോക ശ്രദ്ധ നേടിയ സുനിത വില്യംസിന്റെ അവസ്ഥ, മാസങ്ങളോളം അവര് നിലയത്തിൽ കഴിഞ്ഞിട്ട് അവർ തിരിച്ചെത്തിയാനായിട്ടുള്ള പ്രയാസം, അത് എത്ര ബ്രില്യൻ്റ് ആയിട്ട് അവരെ ജീവനോട് തിരിച്ചെത്തിയിരിക്കും. അതിനു മുമ്പ് ഒരു അബദ്ധം പറ്റി ഇന്ത്യക്കാരി തന്നെ അതിന്റെ വിക്ഷേപണ സമയത്ത് തന്നെ കത്തിയിരിക്കും. റഷ്യക്കാർ കുറെ കൂടി ഇന്ത്യൻ ചായ ഉള്ളത് പറഞ്ഞാൽ രാകേഷ് ശർമ്മ ആരെയൊക്കെ ബഹിരാകാശത്ത് റാക്കറ്റിൽ കയറ്റി വിട്ടിട്ടുണ്ട്. ഞാൻ എൻ്റെ ഒരു എളിയ അഭിപ്രായം എന്ന് പറഞ്ഞാൽ ഇതൊരു വലിയ വാർത്തയല്ല. വാർത്തയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ISRO ചെയ്യുന്ന ഒരുപാട് വൻ പ്രോജക്റ്റുകളുണ്ട്. ഒരു കാലത്ത് സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻസ് ഉണ്ട്. ഈ ഉപഗ്രഹങ്ങൾ, സാറ്റലൈറ്റ്സിനെ എല്ലാം സ്പേസിൽ, അതായത് ഒരു ഭ്രമണപഥത്തിൽ എത്തിക്കുക എന്ന് പറഞ്ഞാൽ ഇതൊരു വലിയ ബിസിനസ്സായിരുന്നു. അത് അമേരിക്കയുടെ മൊണോപ്പൊളി ആയിരുന്നു. അപ്പോൾ അതിനെ ചെറുക്കാനായിട്ടുള്ള നമ്മുടെ ശ്രമം വളരെയധികം സക്സസ്ഫുൾ ആയെന്ന് മാത്രമല്ല, ലക്ഷക്കണക്കിന് ഉള്ള പണം നമുക്ക് അതിൽ നിന്നും ലാഭിക്കാൻ സാധിച്ചു. അപ്പോൾ ഇത് മനസ്സിൽ കണ്ടുകൊണ്ടാണ് ആക്ച്വലി ഇവിടുത്തെ ISRO ചാര കേസിൽ അമേരിക്ക രഹസ്യമായിട്ട് ഇടപെട്ട് എങ്ങനെയെങ്കിലും കുളമാക്കാൻ വേണ്ടി അവരുടെ മേജർ സ്പേസ് പാർട്സിന്റെ സാങ്ഷൻസ് വരെ. അപ്പോൾ ഇതിന്റെ എക്കണോമിക് ആംഗിള് അവർക്ക് അന്നേ അറിയാമായിരുന്നു. അപ്പോൾ ആ തരത്തിൽ നമ്മുടെ പുരോഗതി വളരെയധികം മുന്നോട്ടാണ്. അതിൽ ഈ ഇടയ്ക്ക് ഇങ്ങനെ വരുന്ന വളരെ ശ്രദ്ധ ഉണ്ടാക്കുന്ന ഒരു ബഹിരാകാശ യാത്രയ്ക്ക് ഇത്രയധികം മാധ്യമ പ്രാധാന്യം കൊടുക്കണോ എന്നുള്ള എൻ്റെ സംശയം നിങ്ങളോട് പങ്കിട്ടുകൊണ്ട് ഈ ആഴ്ചത്തെ എൻ്റെ ജൽപ്പനങ്ങൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.